BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച അതിഥിയായി എത്തുന്നത് കേരള കോൺഗ്രസ് എമ്മിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും KSFE ചെയർമാനുമൊക്കെയായിരുന്ന PT ജോസ് ആണ്. PT ജോസ് സജീവ രാഷ്ട്രീയം ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാണ്? ഒറ്റ ഭാഷയിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആഴത്തിൽ മുറിവേറ്റ ഒരു ഹൃദയമുണ്ട് എനിക്ക്. മുറിവേറ്റ ഹൃദയത്തിൻ്റെ ഒരു ആനന്ദമുണ്ടല്ലോ. അപ്പോൾ ആ ആനന്ദം ഞാനിങ്ങനെ ആസ്വദിക്കുക കഴിഞ്ഞ 2-2.5 വർഷക്കാലമായിട്ട്. KM മാണി ഇടതുമുന്നണിയിലെത്തി മുഖ്യമന്ത്രിയാകുന്നത് തടയുക എന്ന ലക്ഷ്യമായിരുന്നു ബാർ കോഴക്കേസിന് പിന്നിൽ. ഇതിൽ രമേശ് ചെന്നിത്തലയുടെ റോൾ എന്ത്? ഈ ബാർ കോഴ വിഷയം എന്ന് പറയുന്നത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അത് നിങ്ങൾ പത്രക്കാർ പോലും ശരിക്കും പഠിച്ചിട്ടില്ല. രമേശ് ചെന്നിത്തലയോട് ചോദിച്ചാൽ അങ്ങേരെ സത്യം ഇപ്പം പറയാൻ പറ്റുമല്ലോ, കാരണം അങ്ങേരുടെ രാഷ്ട്രീയ ഇതനുസരിച്ച് അങ്ങനെ ഒരു മോശക്കാരനാണെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ ചില താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി ചില സന്ദർഭങ്ങളിൽ ചില ആളുകൾ ചില രാഷ്ട്രീയ നെറുകേടുകൾ കാണിക്കാറുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. PT ജോസ് കേരള കോൺഗ്രസ് M വിട്ടപ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹത്തെ തേടിയെത്തി. BJP ഗവർണർ പദം വരെ വാഗ്ദാനം ചെയ്തു. 2-3 ആളുകൾ വന്ന് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, PT ജോസിന് 2 സ്ഥാനങ്ങൾ ഞങ്ങൾ മാറ്റിവെക്കുക. ഒന്നുകിൽ ഗവർണർ സ്ഥാനം, അല്ലെങ്കിൽ ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ സ്ഥാനം, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. ഇതിലേത് വേണം എന്ന് PT തിരഞ്ഞെടുത്തു. അത് തരാൻ തയ്യാറാണ്. വലിയൊരു ഓഫർ ആയിരുന്നില്ലേ? വലിയ ഓഫറാ. പക്ഷെ അതിൻ്റെ കൂടെ വേറൊരു ചരടുമുണ്ട്, നിങ്ങൾ BJP മെമ്പറാവണം. PT ജോസിനൊപ്പമുള്ള കണ്ണൂർ വിഷൻ BMH ക്വസ്റ്റ്യൻ അവർ ജൂൺ 23 ഞായറാഴ്ച രാത്രി 9 മണിക്ക് കണ്ണൂർ വിഷനിൽ. മറക്കാതെ കാണുക BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ.